ദ മിസ്റ്ററീസ് ഓഫ് സൈലന്റ് റിഡ്ജിൻ്റെ 1-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷം 1990. ഇത് സൈലന്റ് റിഡ്ജ് എന്ന നിഗൂഢമായ ഗ്രാമം. ഇവിടുത്തെ ഓരോ തുള്ളിക്കാറ്റിനും ഓരോ ഇറ്റ് മണ്ണിനും 1000 കഥകൾ നിങ്ങളോട് പറയാനുണ്ട്. ഇവിടുത്തെ മറ്റൊരു നിശബ്ദമായ ദിവസത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഈ ഗ്രാമം ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ള ഒരാളുടെ വീടാണിത്. ഇവിടുത്തെ ഓരോ നിശബ്ദതയും ഇവിടുത്തെ അന്ധകാരവും അയാളുടെ ജീവിതം തന്നെ പല രീതിയിൽ നശിപ്പിച്ചിട്ടുണ്ട്. തന്നെ എല്ലാ ദിവസവും അലട്ടുന്ന, തന്നെ എന്നും അസ്വസ്ഥനാക്കുന്ന ആ സ്വപ്നത്തിൽ നിന്നും ജോൺ പതുക്കെ വീണ്ടും ഉണർന്നു. അവന് പേടിയാണ്. തനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. എന്നാൽ എല്ലാവരെയും പോലെ താനും തൻ്റെ ജീവിതം ജീവിച്ച് തീർത്തേ പറ്റൂ. അതുകൊണ്ട് സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് അവൻ്റെ ജാക്കറ്റും ബാഗും എടുത്ത് അവൻ്റെ കോളേജിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇതാണ് കാതറിൻ, ജോണിൻ്റെ ഗേൾഫ്രണ്ട്. കാതറിൻ്റെ ഹസ്കിയും ജോണും ചേർന്നാണ് ഇന്നും കോളേജിലേക്ക് പോകുന്ന വഴി ജോൺ അവൻ്റെ സ്വപ്നത്തെക്കുറിച്ച് കാതറിനോട് പറഞ്ഞു. അവൻ എന്നും ഒരേ സ്വപ്നമാണ് കാണുന്നത്. അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുന്ന് മാറി നിൽക്കുമ്പോൾ നീ ഇതെല്ലാം മറന്നോളും എന്ന് പറഞ്ഞ് കാതറിനെ അവനെ ആശ്വസിപ്പിച്ചു. അവരവരുടെ കോളേജിലെത്തി. തൻ്റെ നായയെ പുറത്തു നിർത്തി രണ്ടുപേരും അകത്ത് കയറി. കാതറിൻ്റെ ക്ലാസ്സിലാക്കിയിട്ട് ജോൺ അവൻ്റെ ക്ലാസ്സിലേക്കെത്തി. ക്ലാസ്സിലെത്തിയ ജോൺ ഇപ്പോഴും അവനെ എന്നും അലട്ടുന്ന അവൻ്റെ സ്വപ്നത്തിലേക്ക് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ സ്വപ്നങ്ങൾ തന്നോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതാണോ? അതോ അവൻ എന്തെങ്കിലും അസുഖമുണ്ടോ? ഈ ചിന്തകളെല്ലാം അവനെ ക്ലാസ്സിൽ നിന്ന് മാറ്റി ആ ജനാലയുടെ പുറത്തേക്ക് നോക്കിച്ചു. ആ കാടിനുള്ളിലെ കാഴ്ച കണ്ട് അവനൊരു നിമിഷം ഞെട്ടി. കാരണം ആ കാടിനുള്ളിൽ അവനെ തിരിച്ചു നോക്കിക്കൊണ്ട് മറ്റൊരു രൂപമുണ്ടായിരുന്നു. കണ്ടാൽ ആരും പേടിച്ചു പോകുന്ന ആ കാട്ടിൽ, വന്യമൃഗങ്ങൾ മാത്രം വിളയാടുന്ന ആ കാട്ടിൽ, അന്ധതയുടെ ഉള്ളിൽ ജോണിനെ തിരിച്ചു നോക്കിക്കൊണ്ട് ഒരു രൂപം. ആ രൂപം അവനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് കേൾക്കുന്നതിന് മുമ്പ് ക്ലാസ് ടീച്ചർ ജോണിനെ വിളിച്ചു. എന്തിനാണ് നീ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്? കഴിഞ്ഞ 2 സെമസ്റ്ററായി നിൻ്റെ ഗ്രേഡ്സ് താഴോട്ടാണ്. ഇനി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ ഭാവമെങ്കിൽ ഈ കോളേജിൽ നിന്ന് തന്നെ നിന്നെ പുറത്താക്കും. ഇത് പറഞ്ഞതും ടീച്ചർ പോയി. പക്ഷേ ജോണിൻ്റെ ശ്രദ്ധ വീണ്ടും പതുക്കെ ആ ജനാലയുടെ പുറത്തേക്ക് നീങ്ങി. പക്ഷേ ഇത്തവണ അവൻ ഞെട്ടി. കാരണം ആ രൂപം അവിടെയില്ല. വെറും കാട് മാത്രം. തനിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇതെല്ലാം സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമോ? അവൻ്റെ മാനസിക നിലയിൽ തന്നെ അവൻ സംശയിച്ചു തുടങ്ങി. ക്ലാസ്സിൽ നിന്നിറങ്ങിയ ജോൺ ഈ കാര്യങ്ങളെല്ലാം കാതറിൻ്റെ അടുത്ത് പറഞ്ഞു. ജോൺ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കാതറിനും ഞെട്ടി. ജോണിൻ്റെ മാനസികാവസ്ഥയിൽ കാതറിനും സംശയം തോന്നി തുടങ്ങി. നമുക്ക് നേരെ ഒരു ഡോക്ടറിനെ പോയി കാണാം, അയാളുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കോളേജിൽ നിന്നിറങ്ങി അവരെ കാത്തിരുന്നത് മറ്റൊരു സംഭവമായിരുന്നു. കാതറിൻ്റെ ഹസ്കി. അവനെ അവിടെ ഒന്നും കാണുന്നില്ല. കഴിഞ്ഞ 2 വർഷമായി എന്നും കാതറിൻ കോളേജ് കഴിഞ്ഞിറങ്ങുന്നത് നോക്കി അവൻ ആ പുറത്ത് കാത്തിരിക്കും. പക്ഷേ ഇത്തവണ അവനെ അവിടെ കണ്ടില്ല. പേടിച്ച് അവരുടെ കൂട്ടുകാരോട് ആ ഹസ്കിയെക്കുറിച്ച് ചോദിച്ചു. പുറത്തുള്ള ഹസ്കിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ എന്ന് ജോണും ചോദിച്ചു. എന്നാൽ അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ കണ്ടായിരുന്നു. അത് ആ കാടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടായിരുന്നു. ഇത് കേട്ട ജോണും കാതറിനും മറ്റെല്ലാം മാറ്റിവെച്ച് നേരെ ആ കാടിനുള്ളിലേക്ക് ഇറങ്ങി ഓടി. അവർ ഓടിച്ചെന്ന് കയറിയത് അന്ധത നിറഞ്ഞ ആ ഇരുണ്ട കാട്ടിലേക്കായിരുന്നു. അവിടെ എത്തി അവർ രണ്ടുപേരും തകർന്നു വീണു. കാരണം കാതറിൻ്റെ ഹസ്കിയെ ആരോ കുത്തിക്കേറി ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ രക്തമായിരുന്നു അവിടെ നിറച്ചു. കാതറിന് ആ മണ്ണിൽ തകർന്നു വീണു. എന്നാൽ ആ ഓർമ്മകൾ, ആ അന്തരീക്ഷം, അത് ജോണിനെ മറ്റൊരു രീതിയിലായിരുന്നു തകർത്തത്. ചോര, കാട്, മഞ്ഞ്, അതവൻ്റെ മാനസിക നില വീണ്ടും തകർത്തു. അവൻ്റെ ജീവിതം തകർത്ത 10 വർഷം മുമ്പുള്ള ആ ഇരുണ്ട രാത്രിയിലേക്ക് അവൻ്റെ ഓർമ്മകൾ വീണ്ടും വഴുതി വീണു.